ടിപ്സിലേക്ക് എല്ലാ പ്രിപ്പറേഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സ്റ്റാച്യൂയിലുള്ള മൗര്യ രാജധാനിയിലാണ്. സോ നമ്മുടെ കൂടെയുള്ളത് ഷെഫ് ഉണ്ണിയാണ്. ഹലോ ഷെഫ്. സോ ഇന്ന് നമ്മൾ എന്താണ് സ്പെഷ്യാലിറ്റി ആയിട്ട് കാണാൻ പോകുന്നത്? നമ്മൾ ആദ്യം ചെയ്യുന്ന നാടൻ ദോശയാണ്. ഓക്കെ, ചെമ്മീൻ ദോശ എന്ന് പറയും. ഓക്കെ, സോ ചെമ്മീൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചെമ്മീൻ കൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി പുട്ടുണ്ടാക്കാൻ പറ്റും, ചെമ്മീൻ പുട്ട്. സോ ഇത് രണ്ടുമാണ് ഇന്ന് ആദ്യം ഉണ്ടാകും. സോ ചെമ്മീൻ ദോശ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാവിനാണോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? നോർമലി നമ്മൾ ദോശ ചെയ്യുമ്പോഴുള്ള അല്ല, മസാലയിലാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. കോക്കനട്ട് ഓയിലാണ് ഈ സാധനം പ്രിപ്പയർ ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലിൽ കടുക് പൊട്ടിക്കും. അതിനുശേഷം സ്ലൈസ് ചെയ്ത ഒനിയൻ, ചില്ലി സോട്ടായതിന് ശേഷം ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് അതും സോട്ടാക്കിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലേശം അതും ഇട്ട് ഒന്ന് സോട്ടായി ഒരു ബ്രൗൺ കളറായതിനു ശേഷം കേരള മസാലക്കൂട്ടുകൾ അതിനകത്ത്, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ മസാല, അങ്ങനെ താടിയും, പിന്നെ ഗരം മസാല, ബ്ലാക്ക് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, പിന്നെ ചെമ്മീൻ, ചെറിയ പൊടിച്ചെമ്മീൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യും. ദോശ മാവ് ഓൾറെഡി റെഡിയാക്കി. ദോശ മാവ് നോർമൽ ദോശ മാവാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഷെഫ്, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ദോശ മാവ്, റൈസ്, ഉഴുന്ന് ഇത് മിക്സ് ചെയ്താൽ മതി, അരച്ച് മിക്സ് ചെയ്താൽ മതി. നോർമൽ ദോശ മാവ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ. പാകത്തിന് ഉപ്പും ലേശം പഞ്ചാര, ഒരു ബ്രൗൺ കളറിന് വേണ്ടി നമ്മൾ പഞ്ചാര ഇതിൽ ആഡ് ചെയ്യും, ഒരു ലേശം കിട്ടാൻ വേണ്ടി ഒരു ആഡ് ചെയ്യും. പിന്നെ അപ്പോൾ നമുക്ക് ചെയ്യാം. സോ കലക്കി വെച്ച ദോശ മാവ് ആദ്യം കുടിക്കാൻ പോവാണ്. ദോശ ഏകദേശം ഒരു റോസ്റ്റ് പോലെ നല്ല റൗണ്ട് ആയിട്ട്. ഇതിന്റെ പുറത്താണ് നമ്മൾ മസാല ഇടുന്നത്. ഇത് ഓയിലാണ്, റിഫൈൻഡ് ഓയിൽ. ദോശയുടെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കും അല്ലേ? ഈ ഓയിലിന് പകരം നമുക്കിപ്പോൾ ഗീ ആണ് ഒഴിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇല്ല, നമ്മൾ ഗീ ഒഴിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഗീ ഒഴിച്ചാൽ ഗീ റോസ്റ്റ് ആയി. ഓക്കെ, നോർമലി ഇതിന് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സോ ഈ റോസ്റ്റിന്റെ അകത്താണോ നമ്മൾ ഈ സ്റ്റഫിങ് വെക്കുന്നത്? നോർമലി നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദോശകൾ ഉണ്ടാകും അല്ലെ? ഒത്തിരി തിക്കായിട്ടായിരിക്കും, ചിലപ്പോൾ ചിലർ റോസ്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ മണ്ടയ്ക്ക് ചെമ്മീൻ ദോശ മസാല ആഡ് ചെയ്യാണ്. ഇതിന്റെ മസാല ഒന്നും കൂടി ഒന്ന് പറയാമോ ഷെഫ്, എങ്ങനെയായിരുന്നു എന്നുള്ളത്? കാരണം അത്ര ഈസി ആയിരിക്കത്തില്ല നോർമലി ഇങ്ങനെ ഒരു മസാലയായിട്ട് ആദ്യം ചെയ്തെടുത്ത്. ഓക്കെ, നോർമലി കുറച്ച് മസാല വെച്ച് നമ്മൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് അല്ലേ? നമ്മുടെ ആവശ്യത്തിന് മസാല വെക്കാം, യൂസ് ചെയ്യാം. സോ ഈവൻ ദോശ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഒത്തിരി ഹെവി ആയിട്ടായിരിക്കും അല്ലേ നമ്മൾ മസാലയൊക്കെ ആയിട്ട് വരുമ്പോൾ? അപ്പോൾ ഈ മസാല ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ് അല്ലേ? സോ ഈ മസാല ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ എങ്ങനെയായിരുന്നത്? ഇത് ഈ ചെമ്മീൻ ദോശ അടിക്കുന്നത് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ബോയിൽ ആയതിനു ശേഷം അതിൽ കടുക്, ഉണക്കമുളക് ആഡ് ചെയ്യും. അതിനുശേഷം ഒനിയൻ സ്ലൈസ് ചെയ്ത ഒനിയനും ചില്ലിയും ഒന്നിച്ച് തന്നെ ആഡ് ചെയ്യും. ലേശം ഒന്ന് വഴണ്ടതിന് ശേഷം കറി ലീഫ്, ചില്ലി ഗാർലിക് പേസ്റ്റ് ചെയ്ത്, അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്ത് അതും ആഡ് ചെയ്ത് ലേശം ആഡ് ചെയ്യുള്ളൂ. നമ്മൾ ഇൻഗ്രീഡിയൻസ് കോസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു പോർഷനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലേശം അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ്
ആഡ് ചെയ്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം ടൊമാറ്റോ നമ്മൾ അതിന് ആഡ് ചെയ്യും. അതും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കേരള മസാലേസ്, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇട്ടതിന് ശേഷം ഒന്ന് സോട്ടായതിനു ശേഷം നമ്മൾ ചെമ്മീൻ, വാഷ് ചെയ്ത ചെമ്മീൻ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് ഇളക്കി ഒരു 1 സെക്കൻഡ് ശേഷമേ നമ്മൾ ബ്ലാക്ക് പെപ്പറും ഗരം മസാലയും ഇതിൽ യൂസ് ചെയ്യുള്ളൂ. അതാണ് ടേസ്റ്റ് കൂടുതൽ. ഏറ്റവും ലാസ്റ്റ് ബ്ലാക്ക് പെപ്പറും ഗരം മസാലയും യൂസ് ചെയ്യുന്നതിലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകുന്നത്. സോ അതായത് നമ്മുടെ വീട്ടിൽ നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓ യാമ. സോ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ കടായിൽ നിന്ന് അതിനെ എടുക്കുന്നതിന് ശേഷം ലേശം കോക്കനട്ട് ഓയിലൂടെ ഇതിന് ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ നമ്മൾ സൗത്ത് ഇന്ത്യനാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. കറക്റ്റ് ടേസ്റ്റ്. സോ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു ടേസ്റ്റ്. സോ മസാലയും ഒക്കെ ചേർത്തെടുക്കാൻ പോവാണ്. സോ നോർമലി സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം ചെമ്മീൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഈവൻ ദ മസാല ഈസ് ഓൾസോ റിയലി ഗുഡ്. താങ്ക്സ് എ ലോട്ട് ഷെഫ്. സോ നമുക്ക് അടുത്ത ആ ഒരു ചെമ്മീൻ റെസിപ്പിയും കൂടി നോക്കാം.